മോചന വഴിയെ ഹൃദയമയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുറപ്പാട് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം തങ്ങളുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് സുനിലും കുടുംബമാണ്. ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് ഇവരെ സ്വാഗതം ചെയ്യാം. സുനിൽ, ഒന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സുനിൽ ജോസഫ്. മാമ്പള്ളി ആണ് എൻ്റെ വീട്ടുപേര്. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് പടന്നക്കാട് ഗുഡ് ഷെപ്പേർഡ് ചർച്ച് ഇടവകാംഗമാണ്. തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട. ഇവിടെ ദുബായിലായിട്ട് 23ാമത്തെ വർഷമാണ്. ഭാര്യ ഷിൻസി, മക്കൾ ജുവാന, അലേന, ജോസഫ്, ടാനിയ, തെരേസ, ബെനീറ്റ. ഞാൻ താമരശ്ശേരി രൂപത സെൻറ്റ് മേരീസ് പള്ളി കോടഞ്ചേരി ഇടവകാംഗമാണ്. ദുബായിലായിട്ട് ഇപ്പോൾ ഇത് 13ാമത്തെ വർഷമാണ്. ഹൗസ് വൈഫാണ്. സുനിലിൻ്റെ ജീവിതത്തിൽ ആദ്യം ഉണ്ടായ ഈശോയുടെ സ്നേഹാനുഭവം അതെന്താണെന്ന് പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാമോ? 1988 ഞാനന്ന് പ്രീ ഡിഗ്രി പഠിക്കുക. അപ്പം ഞങ്ങൾ 4 സഹോദരങ്ങളാണ്. ഞാൻ, എൻ്റെ ചേട്ടൻ, എൻ്റെ ചേച്ചി, അനിയൻ. അങ്ങനെ ആ സമയത്ത് 1988 അമ്മ ഞങ്ങളെ ഒരു ധ്യാനത്തിന് എറണാകുളത്ത് മഞ്ഞമ്മൽ ഫാദർ സെബാസ്റ്റ്യൻ മുണ്ടഞ്ചേരി നടത്തുന്നൊരു ധ്യാനത്തിന് ഞങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. അവിടെ അന്ന് കിട്ടിയ ഒരു സ്പാർക്ക്, ഒരു ദൈവാനുഭവം അത് ദാറ്റ് കണ്ടിന്യൂസ് ഇൻ മീ. ലൈക്ക് അതിന്നും സജീവമായി എന്നിലുണ്ട്. തുടരാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഈശോയുടെ ആ സ്നേഹാനുഭവം തുടരാനായിട്ട് പറ്റുന്നുണ്ട്. ഷിൻസിയുടെ ജീവിതത്തിൽ ആദ്യം ഉണ്ടായ ആദ്യത്തെ ഈശോയുടെ സ്നേഹാനുഭവം അതെന്നാണ്? അതൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ജീസസ് യൂത്തിൻ്റെ ഒരു പ്രോ ലൈഫിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു 1 ഡേ പ്രോഗ്രാം. അപ്പോൾ അതിൽ പങ്കെടുക്കാനിടയായി. അപ്പോൾ ആ ജീവൻ്റെ ഒരു വാല്യൂ അന്ന് എനിക്ക് ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞു. അപ്പോൾ ഒരു ജീവൻ്റെ വാല്യൂ മനസ്സിലുണ്ട്. പിന്നെ ഒരു ജീവനും ഒരു നിസ്സാര കാര്യമല്ല, അതങ്ങനെ നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ വിശുദ്ധിയിലേക്ക് പകർത്താൻ ഞാനത് ആഗ്രഹിച്ചു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങോട്ട് ഒരു വിശുദ്ധിയോടുകൂടി പ്രാർത്ഥന അനുഭവത്തിലൂടെ മുന്നോട്ട് പോകാൻ എനിക്ക് ആ 1 ഡേ പ്രോഗ്രാം സഹായിച്ചു. അനുഭവം ഞാൻ ജീവിതത്തിലുടനീളം ഞാൻ കൊണ്ട് നടന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ പ്രാർത്ഥനകളായാലും വീട്ടിലായാലും സന്ധ്യാപ്രാർത്ഥനയും എല്ലാം നല്ല രീതിയിൽ തന്നെ അതിൽ പങ്കെടുക്കാനും ഫ്രണ്ട്സിനോടായാലും ഒത്തിരി ഈശോയുടെ അനുഭവങ്ങൾ പറയാനും പങ്കുവയ്ക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു 1 ഡേ പ്രോഗ്രാമിലൂടെ കിട്ടിയ അനുഭവം, എനിക്കൊരു അനുഭവം എന്ന് പറയാൻ എൻ്റെ ജീവിതത്തിലുണ്ടായത്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ ഒരു അനുഭവം എനിക്ക് കിട്ടിയത്, എൻ്റെ അപ്പച്ചൻ 96-ൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. അപ്പം എനിക്ക് അനക്കമില്ലാതെ എൻ്റെ അപ്പച്ചനെ ഞാൻ കണ്ടത്. അപ്പം ഞാനത് പ്രാർത്ഥിച്ച് കരഞ്ഞ് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. അപ്പം അതിൻ്റെ റിസൾട്ട് ആ രാത്രി ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് എത്തി, അപ്പച്ചൻ്റെ കാൽക്കലിരുന്നു പ്രാർത്ഥിച്ചിട്ട്
എനിക്ക് വേറെ ഒന്നും ഞാൻ ആലോചിക്കുന്നില്ല. എനിക്ക് എൻ്റെ അപ്പച്ചനെ തിരിച്ചു കിട്ടണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ എൻ്റെ ആഗ്രഹത്തോടെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടിലുള്ള എല്ലാവരും. അപ്പോൾ രാവിലെ അപ്പച്ചന് ചെറുതായിട്ട് ബോധമൊക്കെ വന്നു. അങ്ങനെ ഞാൻ തിരിച്ചറിയാണ് ഈശോയുടെ അനുഭവം, എൻ്റെ മനസ്സിലുള്ള അനുഭവം. ആഗ്രഹത്തോടെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആ അപ്പച്ചൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. ശരിക്കും ആ ജീവൻ്റെ വാല്യൂ ഞാൻ ആ പ്രോ ലൈഫിലൂടെ അറിഞ്ഞു. അത് എൻ്റെ മനസ്സിലെ അനുഭവം വെച്ച് അപ്പം ഞാൻ അങ്ങനെ ആഗ്രഹിച്ച് ചിലപ്പോൾ ഞാനൊരു ജീവന് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചപ്പം ആ അനുഭവം എൻ്റെ ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയത്. എന്നിട്ട് പിന്നെ എനിക്കത് അത്ര എനിക്ക് തിരിച്ചറിഞ്ഞില്ലെങ്കിലും അപ്പച്ചൻ രക്ഷപ്പെട്ടല്ലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു, മനസ്സിലാക്കി. പക്ഷേ ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ ഞാൻ അഭിഷേകാഗ്നി കാണലുണ്ട്. അപ്പോൾ അതിൽ വട്ടായിലച്ചൻ പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ എന്താണ് ഈശോയോട് ചോദിക്കുന്നത് വെച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുപോലെ 18 വർഷം അപ്പച്ചൻ ആയുസ് നീട്ടിത്തന്നു ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്. പിന്നെയാണ് ഞാൻ കണക്കൊക്കെ വെച്ച് നോക്കിയത്. 96 വെച്ച് 2014 അപ്പച്ചൻ മരിക്കുന്നത്. അപ്പോൾ 18 വർഷം അപ്പച്ചൻ്റെ ആയുസ് എനിക്ക് ഈശോ നീട്ടിത്തന്നു ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്. എന്താഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്കത് കിട്ടും. ആ വിശുദ്ധിയോടുകൂടി നമ്മൾ ആ അനുഭവത്തിലൂടെ പ്രാർത്ഥിച്ച് നമുക്കത് ലഭിക്കും തന്നെ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, എൻ്റെ ജീവിതത്തിലുണ്ട് താനും. സുനിലിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ചെറുപ്പത്തിൽ യുവാവായിരിക്കുമ്പോൾ കർത്താവിനെ അറിയാൻ പറ്റി. ശരിക്കും അത് ആ അനുഭവം, കർത്താവിന് ഈശോയുടെ ആ സ്നേഹാനുഭവം ഇന്ന് എങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു? അതൊന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാമോ? ഞാൻ എല്ലാ മേഖലയിലും പഠിക്കുന്ന കാലത്താണെങ്കിലും എല്ലാ മേഖലയിലും ആക്റ്റീവായിരുന്നു. ആക്റ്റീവായിരിക്കുമ്പോഴും ഇടവേളകളിലൊക്കെ ഞാൻ ധ്യാനത്തിന് പോവുകയും പിന്നെ വേദപാഠ അധ്യാപകനായിരുന്നു ഞാൻ. അങ്ങനെ കുർബാനകളും ഒന്നും മിസ് ചെയ്യാതെയും ആ ലൈഫിൽ ആ സ്പിരിച്വൽ ലൈഫിൽ ആത്മീയ അനുഭവം, കർത്താവിൻ്റെ അഭിഷേകം കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റി. എനിക്ക് ഷിൻസിയോട് ചോദിക്കാനുള്ളത്, ഷിൻസി ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നല്ലോ ആ ദൈവാനുഭവം. പിന്നീട് ആ വിവാഹം വരെ ആ അനുഭവം എങ്ങനെ ഷിൻസി ആ അഭിഷേകത്തിൽ എങ്ങനെ ആയിരുന്നു? ഇതെങ്ങനെ അത് പറ്റി? അതിന് സപ്പോർട്ട് ചെയ്യാൻ പാകത്തിന് ആ ഒരു ഇത് ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ പ്രാർത്ഥനകളിലൊക്കെ നന്നായിട്ട് മനസ്സ് അറിഞ്ഞ് നല്ല ആത്മാർത്ഥതയോടെ പങ്കെടുക്കാൻ പറ്റി. പിന്നെ പള്ളികളിൽ കുർബാനയിലായാലും ഈശോനെ അനുഭവിക്കാൻ പറ്റി, ആ ഒരു സ്നേഹം അനുഭവിക്കാൻ പറ്റി. പിന്നെ കുട്ടികളുടെ കൂടെ ആയാലും അവരോട് സംസാരിക്കുമ്പോഴും എല്ലാത്തിലും ഒരു ഈശോയുടെ വിശ്വാസം ഉൾക്കൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാനും ഒക്കെ അങ്ങനെ നല്ല ചർച്ചകളും എല്ലാം ഒരു നല്ലൊരു കുർബാന മുടങ്ങാതെ കൂടി എല്ലാം നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു വിശുദ്ധമായ ജീവിതം തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്ന് അന്നത്തെ പ്രോ ലൈഫിൻ്റെ ജീവൻ്റെ വാല്യൂ ഒക്കെ അന്നത്തെ കുറേ ഇതൊക്കെ കണ്ട് മനസ്സിലായതുകൊണ്ടായിരിക്കും ഒരു തെറ്റുകളും ജീവിതത്തിൽ വരരുത്, നല്ല വിശുദ്ധിയോട് തന്നെ മുന്നോട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ സൂക്ഷിക്കാൻ ദൈവം അനുഗ്രഹിച്ചു. അടുത്ത സുനിലോട് ചോദിക്കാനുള്ളത്, നമുക്കറിയാം സുനിൽ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞു, ആ സ്നേഹത്തിലായിരിക്കാൻ പറ്റി. പിന്നീട് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സാറിന് ഈ ഒരു കാലഘട്ടത്തിലൊരു പ്രത്യേകത, സമയങ്ങളിലെല്ലാം ഒരു പ്രത്യേകത, കുറേ വിവാഹത്തെ പറ്റി പറയുമ്പോൾ സമ്പത്ത് വേണം അല്ല, അങ്ങനെ ആരും ഈ ഒരു കാലഘട്ടത്തിലും ആണെങ്കിലും പ്രത്യേകത, ആരും പ്രാർത്ഥനാ ജീവിതമുള്ളൊരു ഭാര്യയെ ചിന്തിക്കാറില്ല. സുനിൽ എങ്ങനെയായിരുന്നു വിവാഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ? സുനിലിൻ്റെ ആ സ്വപ്നം എന്തായിരുന്നു? എൻ്റെതായ ഒരു മനസ്സിലൊരു പിക്ചറിൽ പ്രാർത്ഥനയും സന്തോഷവുമുള്ള ഒരു സ്ത്രീ ആയിരിക്കണം, നല്ല പ്രാർത്ഥനയുള്ള ഒരു ജീവിത പങ്കാളി ആയിരിക്കണം. അതെനിക്ക് എന്നെ നന്നായി തിരിച്ചറിഞ്ഞ എൻ്റെ പെങ്ങൾ തന്നെയാണ് എനിക്ക് കണ്ടുപിടിച്ചത്. ഞാൻ കണ്ടപ്പോൾ തന്നെ ബെറ്റി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. ഞാൻ പോയി കണ്ടപ്പം ഏറ്റവും അനുയോജ്യമായ ദൈവം എനിക്ക് തിരഞ്ഞെടുത്ത് തന്നു എനിക്ക് ബോധ്യമായി. എനിക്ക് പറ്റിയ ആളാണെന്ന് ഒറ്റനോടത്ത് തന്നെ മനസ്സിലായി. എനിക്ക് ഷിൻസിയോട് ചോദിക്കാനുള്ളത്, ഷിൻസിയുടെ സ്വപ്നം എന്തായിരുന്നു? വിവാഹ ജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ജീവിത പങ്കാളിയെ പറ്റിയുള്ള ആ സ്വപ്നവും പ്രാർത്ഥനയും അതെന്തായിരുന്നു? വിവാഹം എന്ന് പറയുമ്പോൾ അറേഞ്ച്ഡ് ആയിട്ടുള്ള എൻ്റെ മാതാപിതാക്കന്മാരും സഹോദരങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടുള്ള ഒരു ബന്ധം, അതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പം പിന്നെ ആളെക്കുറിച്ച് പറയുമ്പം നല്ല ദൈവവിശ്വാസമുള്ള, കുടുംബ സ്നേഹമുള്ള ഒരാൾ, അത് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം. സുനിലിനോടാണ് പിന്നെ ചോദിക്കാനുള്ളത്. നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിലും എല്ലാം വിവാഹം കഴിഞ്ഞാൽ എല്ലാവരും കുറേ സമയം ഹണിമൂൺ ട്രിപ്പ്, അങ്ങനെ യാത്രകൾ. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു? അങ്ങനത്തെ യാതൊരു മുൻവിധികളോ അല്ലെങ്കിൽ മുൻ പ്ലാനുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഞങ്ങൾ ദൈവത്തിന് മുഴുവനായി വിട്ടുകൊടുത്തു. തമ്പുരാൻ തരുമ്പോൾ തരണം, അല്ലാണ്ട് ഒരു ഇത്ര വർഷം വേണം കഴിഞ്ഞിട്ട് മതി കുഞ്ഞുങ്ങളൊന്നും ചിന്തിച്ചേ ഇല്ല, ചിന്തിച്ചു പോലുമില്ല. ഷിൻസിയുടെ മനസ്സിൽ എങ്ങനെയായിരുന്നു കുഞ്ഞുങ്ങളെ പറ്റിയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യാത്രകളെ പറ്റിയൊക്കെ? ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, സേലത്തേക്കുള്ളൊരു ട്രിപ്പ്.
ഒരു ലോങ് ട്രിപ്പ് രാത്രിയിലാണ് ഞങ്ങൾ പോയത്. അപ്പം എനിക്കിപ്പോൾ അതിന് മുന്നേ പറയാനുള്ളൊരു അനുഭവം എനിക്ക് പറയാം. ഈശോയുടെ സ്നേഹം അറിഞ്ഞ, ഈശോയുടെ സംരക്ഷണം അറിഞ്ഞൊരു അനുഭവമുണ്ട്. പോകുന്ന വഴിക്ക് വലിയൊരു ആക്സിഡൻറ്റ് ഞങ്ങൾക്കല്ലായത് ഒരു ലോറി മറിഞ്ഞ് ആക്സിഡൻ്റായി കിടക്കുന്ന ഡെഡ് ബോഡി ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് എന്തായാലും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളൊരു സൈഡിൽ പാർക്ക് ചെയ്ത് അവിടെ കുറച്ച് നേരം ഇങ്ങനെ ആലോചിക്കുന്നത് ഞങ്ങൾ ഉറങ്ങിപ്പോയി. എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടീഷൻസ് ചുറ്റുമുള്ളൊന്നും ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ ബോധം കെട്ട് ഉറങ്ങിപ്പോയി. രാവിലെ ആയപ്പം ട്രാഫിക്കൊക്കെ നീങ്ങി ഞങ്ങൾ പോയി. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തി, എല്ലാം സേഫായിട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു, നിങ്ങൾ എന്താ അങ്ങനെ ഒരു ബോധമില്ലാത്ത കാര്യം ചെയ്തത്? ഇത്രയും ഇരുട്ടായിട്ടുള്ള സ്ഥലം, മോശമായിട്ടുള്ള സ്ഥലം, അറിയത്തില്ല, പാണ്ടി ലോറികളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് സേഫ്റ്റി വെച്ചിട്ട് നിങ്ങൾ കിടന്നുറങ്ങിയത്? അപ്പം ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഞങ്ങളെ ആ വഴിയിലൂടെ നിങ്ങൾ ഈശോ സംരക്ഷിച്ചത്. ഈശോയുടെ വലിയൊരു സംരക്ഷണം. അപ്പം അങ്ങനെ ഞങ്ങളുടെ സംരക്ഷണങ്ങൾ ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ കുട്ടികളുടെ കാര്യം എന്ന് വെച്ചാൽ കുട്ടികളെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. വീട്ടിൽ നിറച്ചും കുട്ടികൾ വേണം. കുട്ടികളൊരു സ്നേഹമാണ്, ഈശോയുടെ ദാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതിന് ഇത്ര നാൾ കഴിഞ്ഞിട്ടൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. കുട്ടികൾ എത്ര കിട്ടിയാലും ഓപ്പൺ ആയിരുന്നു. അതായത് ഷിൻസി കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എത്ര കുട്ടികളെ കിട്ടിയാലും തമ്പുരാൻ തന്ന അത് എല്ലാവരും സ്വീകരിക്കണം, സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആ ഒരു മനസ്സായിട്ടാണ് കുടുംബജീവിതത്തിലേക്ക് ഷിൻസി കടന്നു വന്നത്. ഭാഗമാക്കുന്നത് നല്ലതാണ്, വലിയ കാര്യമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. സുനിലോട് ചോദിക്കാം, നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം സുനിൽ ബിസിനസ് ചെയ്യുകയാണല്ലോ. അപ്പോൾ ഈ ബിസിനസ്സും കർത്താവിൻ്റെ ഈശോയോട് ചേർന്നുള്ള ജീവിതം പലരും പറയാറുണ്ട് അത്ര എളുപ്പമുള്ളതാണ്. സുനിലിൻ്റെ ജീവിതത്തിൽ ഇതിനെങ്ങനെ കൊണ്ടുപോകുന്നു? ബിസിനസ്സും ആ ഈശോയുമായിട്ടുള്ള ചേർന്നുള്ള ജീവിതം അതെങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നു? എളുപ്പമല്ല, പക്ഷേ നമ്മൾ ആർജിച്ച ക്രൈസ്തവ വിശ്വാസ മൂല്യങ്ങളെ നമ്മൾ ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ അത് പറ്റും. ഞാൻ എല്ലാ സംരംഭങ്ങളിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എന്നും പ്രാർത്ഥിച്ചിട്ടും വെഞ്ചരിച്ചിട്ടും ഒക്കെ തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ എനിക്ക് 2006 മുതൽ ഇങ്ങോട്ട് എല്ലാ ബുധനാഴ്ചകളും അത് വീട്ടിലൊരു പ്രാർത്ഥന കൊന്തയൊക്കെയുള്ള സ്റ്റാഫും വരും. അത് അങ്ങനെ ഒരു ജാതി മത വ്യത്യാസമൊന്നുമില്ലാതെ പറ്റാവുന്നവരൊക്കെ എല്ലാ ബുധനാഴ്ചയും അതെന്നും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സ്റ്റാഫ് എല്ലാവരും കൂടെ എല്ലാ ബുധനാഴ്ചയും വരികയും നിങ്ങൾ ആ വീട്ടിലെല്ലാവരും അവിടെ ആ എത്തിക്സും പിന്നെ എൻ്റെ വിശ്വാസത്തിൻ്റെ മൂല്യങ്ങളും ഞാൻ എന്നും ഉയർത്തിപ്പിടിക്കാറുണ്ട് അവിടെ. അപ്പം സ്വാഭാവികമായിട്ടും ആ ഷിപ്പ് അങ്ങനെ ആയിരിക്കണമല്ലോ. അപ്പം കൂടെയുള്ളവരും ആ ഒരു ധാരണയോട് കൂടിയാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ചാലഞ്ചസ് ഉണ്ട്, ഐ ഹോൾഡ് ഓൺ. എനിക്ക് അടുത്തത് ഷിൻസിയോടാണ്. നമുക്കറിയാം അത്ര എളുപ്പമല്ല കുട്ടികളെ ഡിസിപ്ലിനായിട്ട് കീപ്പ് ചെയ്യുക, അവരെ വിശ്വാസത്തിൽ വളർത്തുകയൊക്കെ. ഷിൻസിക്ക് ഇതെങ്ങനെ പറ്റുന്നു? അതൊന്ന് പ്രേക്ഷകരോട് പറയാമോ? ഡിസിപ്ലിനായിട്ട് വളർത്തുന്നത് പറഞ്ഞപ്പം എനിക്കിപ്പോൾ ഓർമ്മ വന്നത്, ഞങ്ങൾ 4ാമത്തെ മോളായപ്പം അവൾ മുട്ടിലെഴിയുന്ന പ്രായം. ഇപ്പം നാട്ടിലേക്കൊരു ഫ്ലൈറ്റിൽ പോകേണ്ട ആവശ്യമുണ്ട്, ഫ്ലൈറ്റിലല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്, ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ട് അവൾ അതിൻ്റെ കൂടെ താഴെ ഇറങ്ങി ഭയങ്കര ബഹളമാണ്. എന്ത് ചെയ്തിട്ട് അവൾ നിൽക്കുന്നില്ല. അപ്പോൾ ക്യാബിൻ ക്രൂ ഇങ്ങനെ അനൗൺസ് ചെയ്തു. ഞങ്ങൾ ടഫായിട്ട് തന്നെ അവർ പറഞ്ഞു, അല്ലേ കർക്കശായിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത്, എനിക്കൊന്ന് ഫീൽ ചെയ്തു എൻ്റെ കുട്ടി ഇങ്ങനെ. അപ്പോൾ ഒരു ചെറിയൊരു ടെൻഷൻ വന്നെങ്കിലും പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു കുറച്ചും കൂടെ കുട്ടികളെ പ്രിപ്പയർഡ് ആക്കണം എന്നൊരു ബോധ്യം എനിക്ക് വന്നു. അതിനനുസരിച്ച് വീട്ടിൽ ഞങ്ങൾ കുറച്ചും കൂടെ പ്ലാൻ ചെയ്ത് യാത്രയ്ക്ക് ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് ഡിസിപ്ലിനൊക്കെ ആക്കി അങ്ങനെ ഇറങ്ങാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഡിസിപ്ലിൻ്റെ കാര്യം ഇപ്പോൾ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന നല്ല സ്ട്രിക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ശിക്ഷിക്കേണ്ടി വരും. അപ്പം അത് അങ്ങനെ ചെയ്തിട്ട് അടക്കിയിരുത്താൻ ശ്രമിക്കാറുണ്ട്. പിന്നെ കുട്ടികളായാലും പള്ളിയിലൊക്കെ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും, പറഞ്ഞു കൊടുക്കും. ചൊവ്വാഴ്ച ഞങ്ങൾ ആരാധനയ്ക്ക് പോകും. അപ്പം 2 മൂത്ത 2 കുട്ടികളും ഹോട്ടലിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരാ നിൽക്കുന്ന രീതി കണ്ട് മറ്റു കുട്ടികളെയും കൂടെ അതിലേക്ക് കാണിച്ച്, അങ്ങനെ ചേച്ചിമാരിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങളതുപോലെ ചെയ്യുന്നു പറഞ്ഞ് അവരൊരു മോഡലാക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ചെയ്യലുണ്ട്. പലപ്പോഴും വീട്ടിലേക്ക് വരുന്നവർക്ക് അതിഥികളായിട്ട് വീട്ടുകാരൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും ഒരു കൗതുകമാണ്. ദൈവാനുഗ്രഹം 6 കുട്ടികൾ, അവരുടെ എന്തെങ്കിലും കമൻസ് അത് പ്രേക്ഷകർ തീർച്ചയായിട്ടും കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതെ, അവർക്ക് ചിലർ 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയലുണ്ട്. ചിലർ പറയും നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, എന്തൊരു ബുദ്ധിമുട്ടാണ്.
അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പം ഞാൻ പറയും ബുദ്ധിമുട്ടല്ല, ഈശോ തരുന്ന ഗിഫ്റ്റ്, ഈശോയുടെ ദാനം, അത് ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ മക്കളെപ്പോഴും ഞങ്ങൾക്ക് സന്തോഷമേ ഉണ്ടായിട്ടുള്ളൂ, അങ്ങനെ പറയലുണ്ട്. പിന്നെ ഇൻസ്പിറേഷൻ കിട്ടി പറയുന്നവരുമുണ്ട്. കുട്ടികളില്ലാതെ വന്നിട്ട് ഞങ്ങളുടെ ഇത് കണ്ടിട്ട് സന്തോഷത്തിൽ പോയിട്ട് അവർ കുട്ടികളാവുന്ന ഒത്തിരി കേസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അടുത്തിടയ്ക്ക് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾ കുറച്ച് കൂടുതൽ 2 വർഷം മുന്നേ പരിചയപ്പെടുമായിരുന്നെങ്കിൽ ഞങ്ങളുടെ 2ാമത്തെ കുട്ടികളുടെ കണക്കിൽ ഇപ്പോൾ 3ാമത്തെ കുട്ടി ആയേനെ എന്ന് പറഞ്ഞ ഫ്രണ്ട്സും ഉണ്ടായിട്ടുണ്ട്. കുറേ അനുഭവങ്ങളുണ്ട്. അത് മീൻസ് അവിടെ വന്നിട്ട് ആ സന്തോഷവും ആ ഒരു ഫോൺ ചെയ്യുമ്പോഴൊക്കെ ആ വെളിയിൽ നിന്ന് ആൾക്കാർ ഫോൺ ചെയ്യുമ്പം ചോദിക്കും, നിങ്ങൾ എന്നെ സ്കൂളിൽ വല്ലതാണോ? അപ്പം ഇല്ല, അങ്ങനെ തമാശ രൂപേണ പറഞ്ഞ് അവർ പിന്നെ വീട് സന്ദർശിക്കുമ്പോഴൊക്കെ ഈ പറഞ്ഞ സമൃദ്ധിയും അവരും എനിക്ക് തോന്നുന്നു എനിക്ക് പിന്നെ 5-6 സ്ഥാപനങ്ങളുണ്ട് ഇവിടെ. പക്ഷെ ഞാൻ കൂടുതൽ അറിയപ്പെടുന്ന ഇവിടെ പല മേഖലകളിലും 6 കുട്ടികളുടെ അപ്പൻ എന്നുള്ളൊരു അഡ്രസ്സാണ്. പിന്നെ മക്കൾ മൂത്ത 2 പേര് അൾത്താര ബാലികമാരാണ്. എല്ലാ ചൊവ്വാഴ്ചയും അവർ ആരാധനയ്ക്ക് ഓൾട്ടറിൽ കാണും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്തെന്ന് വെച്ചാൽ, ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു പള്ളിയിൽ ആ 1 മണിക്കൂർ വളരെ ഡിസിപ്ലിൻഡായിട്ട് ഓൾട്ടറിൽ ആരാധനയ്ക്ക് അവർ ഇരിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അതിലൂടെ കൂടുതൽ ദൈവത്തോട് അടുക്കുകയാണ്. അതുപോലെ അവരുടെ സഹോദരങ്ങളും അത് കണ്ട് പഠിക്കുകയും ചെയ്തു. മറ്റു കുഞ്ഞുങ്ങൾ എല്ലാവരും. ടാനിയ, പപ്പ പറഞ്ഞു എല്ലാ ട്യൂസ്ഡേയിലും അഡോറേഷന് സെൻറ്റ് മേരീസ് ചർച്ചിൽ ടാനിയോ 1 മണിക്കൂർ ഇങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കും. ആ ഒരു അനുഭവം എന്താണെന്ന് പറയാമോ? എല്ലാ ട്യൂസ്ഡേ ഞാൻ അഡോറേഷന് പോവും. അത് അനുഭവം എന്ന് വെച്ചാൽ എനിക്ക് ഈശോൻ്റെ അടുത്ത് കുറച്ചും കൂടെ ക്ലോസർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അച്ചച്ചി അമ്മ എപ്പോഴും പറയും എല്ലാവർക്കും ആ ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. അപ്പോൾ പിന്നെ എല്ലാ ആഴ്ച പോകുമ്പം എവറിത്തിങ് യു നീഡ്, ലൈക്ക് എല്ലാ പ്രാർത്ഥനയും താങ്ക്സ് ഗിവിങ് വർഷിപ്പ്, ആ സമയത്ത് ഐ ക്യാൻ ഗിവ് ഇറ്റ് മൈ ബെസ്റ്റ്. സോ ദാറ്റ് ചാൻസ് ടു ബി മോർ ക്ലോസർ ടു ഗോഡ്, അത് ഇറ്റ്സ് എ വെരി ബിഗ് ബ്ലെസ്സിങ് ഫോർ മീ ആൻഡ് അലേന. ഈ അഡോറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം അനിയനും അനിയത്തിമാർ എന്തെങ്കിലും പറയാറുണ്ടോ കുഞ്ഞിനോട്? എങ്ങനെ പറയും, ഞാൻ ടാൻ ചേച്ചിനെ കണ്ടല്ല അവിടെ ഭയങ്കര ഒരു സൗണ്ട് ഇല്ലാതെ എങ്ങനെ ഇരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഈശോൻ്റെ അടുത്തിരിക്കുമ്പോൾ അങ്ങനെ അവരെല്ലാം വലിയ ആകാംക്ഷയോടുകൂടെ നോക്കി നിൽക്കും ഇങ്ങനെ. അതുകൊണ്ട് അവരെല്ലാം വളരെ ക്വയറ്റായിട്ട് കാമായിട്ട് ചേച്ചി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ ഈശോയുടെ സന്നിധിയിൽ ഞങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് പ്രാർത്ഥിച്ച് നിൽക്കും. ഇറ്റ്സ് റിയലി ബ്ലെസ്സിങ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാണെങ്കിൽ ഒത്തിരി ചിലവുകൾ വരുന്നുണ്ട്. ഇപ്പോൾ സുനിലിൻ്റെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളുടെ പ്രസവം, പഠനം, സാമ്പത്തിക മേഖല അത് എങ്ങനെയായിരുന്നു? എന്നും സ്മൂത്തായിരുന്നോ? ഇല്ല. ഇപ്പം ഞാനിങ്ങോട്ട് വരുമ്പോൾ ചേട്ടനോട് ജോമോനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ശാലോമിലൊരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ജോമോൻ പറഞ്ഞു, പാസ് ദിസ് മെസ്സേജ്. സാമ്പത്തിക ഭദ്രത ഒരിക്കലും ഒരു മാനദണ്ഡമല്ല കുട്ടികളുണ്ടാകുന്നതും. അതൊരിക്കലും ഒരു മാനദണ്ഡമാകരുത്. ബിക്കോസ് അങ്ങനെയാണെങ്കിൽ ചേട്ടന് 8 മക്കളുണ്ട്. 5ാമത്തെ കൊച്ചുണ്ടാകുമ്പം ഞാൻ ബാങ്ക്രപ്റ്റ് ആണെന്ന് ജോമോൻ പറഞ്ഞു. എൻ്റെ കേസിലും ബാങ്ക്രപ്റ്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ 2ാമത്തെ ആളുണ്ടായ സമയത്ത് ഞാൻ ഒരു അത്രയും ഇതില്ലായിരുന്നു, അത്രയും സാമ്പത്തികമായിരുന്നു. പക്ഷെ അപ്പം ആ ഡെലിവറിക്ക് എനിക്ക് ഇവിടുന്ന് എനിക്ക് തോന്നുന്നു 30 dirhams അങ്ങാണ്ട് എനിക്ക് ചിലവായിരുന്നു. സോ ഗോഡ്സ് പ്രോവിഡൻസ് വാസ് ദേർ. അപ്പം ആ പ്രോവിഡൻസ് തന്നെയാണ് എല്ലാം അത് തന്നെ. പക്ഷെ അതിന് സമയത്തിനനുസരിച്ച് ക്രമീകരിച്ച് എനിക്ക് തന്നിട്ടുണ്ട്. ഇന്നിപ്പം പിന്നെ ഇപ്പോഴത്തെ ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഏറ്റവും നല്ല മെഡിക്കേഷൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല പാക്കേജ് തന്നെയാണ് ഞങ്ങൾ എടുക്കുന്നത്. ഡെലിവറി ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ എവിടെയും മീൻസ് ആ ഭദ്രത കൂട്ടി തരുന്നുണ്ട് കർത്താവ്. ഞാൻ ഇങ്ങനെ ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ബ്ലസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഷിൻസിയോടെ ചോദിക്കാനുള്ള അടുത്തത്. ഷിൻസി, നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ പ്രസവം ഇതെല്ലാം. ഷിൻസി ഇത്രയും ഡെലിവറിക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അസ്വസ്ഥ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ മോൾ അവൾ നാട്ടിലായിരുന്നു. അതെനിക്ക് സേഫായിരുന്നു. എനിക്കെല്ലാം വീട്ടിലെല്ലാ സൗകര്യങ്ങളും അമ്മയും അപ്പച്ചനും എല്ലാ ആൾക്കാരും എനിക്കുണ്ടായിരുന്നു കൂടെ തന്നെ.
രണ്ടാമത്തേതായാലും ദുബായിലാണെങ്കിലും എല്ലാം ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു പോയി. അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ മൂന്നാമത്തെ എനിക്കൊരു മിസ്കാരേജായി. കുഞ്ഞാവ് സ്വർഗത്തിലുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇനിയിപ്പം ക്യാരിങ് ആവാതെയൊക്കെ ശ്രദ്ധിക്കണം, ആവാൻ ചാൻസസും കുറവാണ്, നിങ്ങളുടെ പോളിസിസ്റ്റിക് ഓവറിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഒപ്പീനിയനാണ് ഡോക്ടർ പറഞ്ഞപ്പോൾ. ഒരു ഡിപ്രഷൻ ഉണ്ടായിരുന്നു മനസ്സിന്. അപ്പം എൻ്റെ ഈശോയെ എനിക്കിനി ഒരു കുഞ്ഞിനെ കിട്ടില്ലല്ലോ ഒരു വിഷമം എനിക്ക് വന്നു. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു ഒരു കുഞ്ഞിന് വേണ്ടി. അധികം താമസിച്ച ഒരു വർഷം കൊണ്ട് എനിക്ക് മോനെ തന്നു, നല്ല ഹെൽത്തി ആയിട്ട്. അതിനുശേഷം എനിക്ക് 3 കുട്ടികളെ തന്നു. പിന്നെ 5ാമത്തെ കുട്ടിയായപ്പം തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ മെഡിസിൻ കഴിക്കുന്നുണ്ട്. ആ കുട്ടിക്കായാലും എല്ലാ ഹെൽത്തും എല്ലാ ഡെവലപ്മെൻറ്റ്സും ഉള്ള കുട്ടിയാണ്, നല്ല ആരോഗ്യമായിട്ടിരിക്കുന്നു. എനിക്കിപ്പം 8ാമത്തെ ഞാൻ ക്യാരിയിങ് ആണ്. അപ്പം അതും ഞാൻ തൈറോയിഡിൻ്റെ മെഡിസിൻ എടുക്കുന്നുണ്ട്. 3 months ആയി, 12 weeks ആയി. എല്ലാം ഹെൽത്തി ആയിട്ടിരിക്കുന്നു ഈശോയുടെ അനുഗ്രഹം കൊണ്ട്. സുനിലിന് പ്രേക്ഷകരോട് അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, കുട്ടികൾ കൂടുതലുണ്ടാകുന്നത് ആസ് എ പ്രോ ലൈഫ് പേഴ്സൺ ഒരിക്കലും നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ താളം തെറ്റിക്കില്ല, അത് അഭിവൃദ്ധിപ്പെടുത്തുകയുള്ളൂ. രണ്ടാമതെന്ന് പറഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ ദാനമല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കിയ ആൾക്കാർ പറയുന്നതാക്കാം. പക്ഷേ ശരിക്കും തന്നെ ദൈവത്തിൻ്റെ ദാനമാണ്. ഒരു മനുഷ്യന്, സ്ത്രീയായാലും പുരുഷനായാലും, കുടുംബത്തിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ്, ഒരു ദൈവത്തിൻ്റെ ഏറ്റവും വലിയ, നമ്മളെ നിർമ്മലമായ സ്നേഹത്തിന് ഏറ്റവും നിർമ്മലമായി സ്നേഹിക്കാൻ പറ്റുന്ന, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ എൻജോയ്മെൻറ്റ്, നമ്മുടെ ആസ്വാദനം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് മക്കൾ. അതിന് ഒരു രീതിയിലും തടസ്സം നമ്മളായിട്ട് നിൽക്കരുത്. അത് നമ്മുടേതായ സ്വാർത്ഥതകൾക്ക് വേണ്ടിയോ, ശരിക്കും പറഞ്ഞാൽ സ്വാർത്ഥതയുള്ള ഒരാൾ ശരിക്കും ഏറ്റവും നല്ല ഗിഫ്റ്റ് എങ്ങനെ നിഷേധിക്കും? സോ ആ സ്വാർത്ഥതയാണ്, ദൈവത്തിൻ്റെ ദാനത്തിൻ്റെ ആഗ്രഹമാണ് നമുക്ക് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ നെവർ സേ നോ ടു എ ചൈൽഡ് ബോൺ ടു യു. ഷിൻസിക്ക് അവസാനമായിട്ട് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഈശോ തരുന്ന ഗിഫ്റ്റാണ് മക്കൾ. ആ ഈശോയുടെ ആ ക്രിയേഷനിൽ നമ്മളെ ഒരു ഭാഗമാക്കാൻ, നമ്മളെ ഈശോയുടെ ഒരു ഒരു ടൂളായിട്ട് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ദൗത്യവും ഒരു കടമയും ഒരു ഡ്യൂട്ടിയാണത്. അതൊരിക്കലും നമ്മളത് ബാക്കോട്ട് നിൽക്കരുത്. ജനറേഷൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ജീവനിൽ ഭാഗവാക്കാവുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് ഈശോയുടെ മഹത്വമാണ്. നമ്മൾ ഒരിക്കലും നിഷേധിക്കരുത്, നമ്മളതിനെ സപ്പോർട്ട് ചെയ്യണം. ഒരു ജീവനാണ്, ജീവൻ്റെ വില എത്ര വലുതാണ്, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ ഒത്തിരി സ്നേഹത്തോടു കൂടി സുനിലും ഷിൻസിയും കേൾക്കുകയായിരുന്നു. ജീവൻ്റെ സുവിശേഷം എന്ന ചാക്രിക ലേഖനത്തിൽ ജോൺ ബോൺ 2-ാം മാർപ്പാപ്പ, വിശുദ്ധനായ ജോൺ ബോൺ 2-ാം മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നു: ജീവനെ സൂക്ഷിക്കുവാൻ തമ്പുരാൻ ക്രമപ്പെടുത്തിയ പേടകമാണ് ഓരോ അമ്മയുടെയും ഗർഭപാത്രം. അതിൻ്റെ നീളവും വീതിയും ആഴവുമെല്ലാം തമ്പുരാനാണ് തീരുമാനിക്കുന്നത്. നമ്മൾ കേൾക്കുകയായിരുന്നു ഇവരുടെ ജീവിതത്തിൽ. ഇവർ വിവാഹജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ പേടകം തമ്പുരാൻ വിട്ടുകൊടുത്തു. തമ്പുരാന് അവർ വിട്ടുകൊടുത്തപ്പോൾ അതിൻ്റെ നീളവും വീതിയും ആഴവുമെല്ലാം തമ്പുരാൻ ഇന്നും പണിതുകൊണ്ടിരിക്കുകയാണ്, തമ്പുരാൻ ഇന്നും വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സങ്കീർത്തനം 127:3 ഇങ്ങനെ പറയാം: കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. നമ്മളിവരെ കാണുമ്പോൾ ഇത്ര സന്തോഷത്തോടു കൂടിയാണ് ഈ കർത്താവിൻ്റെ ദാനമായിട്ടുള്ള, ഗിഫ്റ്റായിട്ടുള്ള ഈ മക്കളെ. ഓരോ ക്രൈസ്തവ ദമ്പതികളെയും വിവാഹം എന്ന കൂദാശയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം പ്രതീക്ഷിക്കുന്നത്, വചനത്തിലൂടെയും എല്ലാം ദൈവം അത് വചനത്തിലൂടെയെല്ലാം നമ്മൾ കാണുന്നുണ്ട്. തങ്ങൾക്ക് കിട്ടുന്നിടത്തോളം മക്കളെ ദൈവത്തിനായിട്ട് വിട്ടുകൊടുക്കുക, ജനനം കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവരുടെ ഈ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ. നമുക്ക് ഒത്തിരി സ്നേഹത്തോടുകൂടി ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്.
ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com. പരിശുദ്ധാത്മ